ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പോണൻസ് ആണ്. അതായത് കൃത്യംഗങ്ങൾ, മലയാളത്തിൽ കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്കൂളിലൊക്കെ പഠിച്ച് ചെറിയൊരു പരിചയം കാണും. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്നൊക്കെ പറയുന്ന ഫോർമുല ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ ഓർമ്മയില്ലാണ്ടിരിക്കാം. എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരേ നമ്പർ ഒന്നിലധികം പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ്പോണന്റ്. ഇപ്പൊ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2⁴ അല്ലെ? 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3² റെപ്രസെന്റ് ചെയ്യാം അല്ലെ? 100നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 10² റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 10 × 10 ഈക്വൽ ടു 100. അപ്പൊ ഇതാണ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ? ഇതാണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോം. കൃത്യംഗ രൂപത്തിൽ എഴുതുന്ന സംഭവം ഇതാണ്. അപ്പൊ ഇതിന് കുറച്ച് ഫോർമുലകൾ ഉണ്ട്. ആ ഫോർമുലകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കട്ട് ഷോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്തോ, ബുക്കിലേക്ക് ആദ്യം തന്നെ ഈ ഫോർമുലകൾ അങ്ങോട്ട് എഴുതി വെച്ചോ. ഓക്കെ, ആദ്യത്തെ ഫോർമുല എഴുതിക്കോ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടാ. എഴുതിക്കോ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പൊ ഇതിൽ എ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഇത് വെച്ചിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ 2⁻³ ഇൻറ്റു 2⁻² എന്ന് ഞാൻ കൊടുത്ത എങ്ങനെ പറയാം? 2⁻³ + 2 ഈക്വൽ ടു 2⁻5 ഉത്തരം വരും അല്ലെ? ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടാ. അതാണ് ഒന്നാമത്തെ ഫോർമുല. രണ്ടാമത്തെ നോക്കിയാൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. ഇത് അവിടെ കൊടുക്കാം. അപ്പൊ ഞാൻ പറയുന്നത് 3⁻², ഹോൾ റേസ് ടു 2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? 3⁻² × 2 ഈക്വൽ ടു 3⁻4 നമുക്ക് ഉത്തരം വരും. ഓക്കെ, അടുത്ത ഫോർമുല. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടോ നമുക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയാം, വലിപ്പം കൂട്ടണമെങ്കിൽ പറയാട്ടാ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാത്സ് ക്ലാസ്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. മനസ്സിലാക്കാണ്ട് ഇങ്ങനെ പോവരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി വീഡിയോ കണ്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ട് ഒന്നും കൂടി മനസ്സിലാക്കിക്കോ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പറയണം കേട്ടാ. ഡൗട്ട് വെച്ചോണ്ട് മുന്നോട്ട് പോകരുത്. ഓക്കെ, അടുത്തത് നോക്കിയാൽ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ അല്ലെ? എ റേസ് ടു എം കാരണം എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എം മൈനസ് എൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ പറയാണ് 4⁴ ഡിവൈഡഡ് ബൈ 4⁻² ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4⁻4 - 2 ഈക്വൽ ടു 4⁻². കണ്ടാ, ഇങ്ങനെ എഴുതാം. ഇതാണ് ഈ ഫോർമുല. ഇനി a⁻0 ഈക്വൽ ടു 1. ഏത് നമ്പറും ⁻0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പൊ 100⁻0 ആണെങ്കിൽ 1 ആയിരിക്കും. മനസ്സിലാവണ്ട? ഇനി നമുക്ക് a⁻−m നമുക്ക് എങ്ങനെ എഴുതാം? 1/a⁻m എന്ന് എഴുതാം. ഇവിടെ 6⁻−5 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1/6⁵. അപ്പൊ നമുക്ക് ഈ മൈനസ് സൈൻ നമുക്ക് കളയാൻ പറ്റും. താഴോട്ട് വരുമ്പോൾ റിവേഴ്സ് ആവും. ഓക്കെ, 1/6⁵ എന്ന് എഴുതാൻ പറ്റും. എല്ലാവരും ഈ ഫോർമുല എഴുതി വെച്ചാൽ നമ്മൾ ഇനി ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സെറ്റ് ഓഫ് ഫോർമുലാസ് എല്ലാവരും എഴുതി വെക്കാം. ഓക്കെ, എക്സ്പോണൻഷ്യൽ ലോസ് ആണ് ഇതൊക്കെ. എഴുതി കഴിഞ്ഞാ എക്സാമ്പിൾസ് അതിന്റെ കൂടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ പ്രോബ്ലംസ് എക്സാമ്പിൾ വരും. ഓക്കെ, എല്ലാവരും സിമി എസ് അടിച്ചിട്ടുണ്ട്. എല്ലാവരും എഴുതി കഴിഞ്ഞുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത എന്താണ്? a⁻1/n. a⁻1/n ഈസ് ഈക്വൽ ടു എന്താണ്? എന്താണ് അല്ലെ? ഓക്കെ, √a ആണ് അല്ലെ? സ്ക്വയർ റൂട്ട് അല്ലെ? നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇപ്പൊ പറയാണ് a⁻1/2 നമുക്ക് എങ്ങനെ എഴുതാം? കണ്ട, എന്താണ് ഈ സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ എ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. 2 ആണ് കേട്ടോ. ഓക്കെ, ഇതിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് അധികം അങ്ങോട്ട് കോമൺ ആയിട്ട് വരാറില്ല. ഈ പ്രോബ്ലംസ് നിങ്ങൾ അതിന് ഫോർമുല എഴുതി വെച്ചോളൂ.
ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ ഫോർമുല? ഓക്കെ, ഈ രണ്ട് ഫോർമുല നമുക്ക് അത്ര അങ്ങോട്ട് പ്രോബ്ലത്തിൽ വരാറില്ല. പക്ഷെ ഇത് എഴുതണം. എ റേസ് ടു എം റേസ് ടു ബി റേസ് ടു എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു എം. ഇപ്പൊ ഇതാ ഞാൻ പറയാണ് 2 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാനേ അല്ലേ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 2 ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഹോൾ റേസ് ടു 2 നമുക്ക് എഴുതാൻ പറ്റും. കണ്ടാ? ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, യെസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ ഈ ഒരു ഇതിൽ ഇത് എഴുതിയാൽ മതി. ഇതിന് താഴേക്കുള്ളത് എഴുതണ്ട, ഞാൻ സ്ലൈഡിൽ അയക്കാം. പക്ഷെ നിങ്ങൾ എഴുതണ്ട ബാക്കിയുള്ളത് കേട്ടോ. ഈ സ്ലൈഡിൽ നിങ്ങൾ ഇത്രയും വരെയുള്ളത് എഴുതിയാൽ മതി. ഓക്കെ, യെസ്. താഴെയുള്ളതൊന്ന് നോക്കിക്കോ, താഴെയുള്ളതൊന്ന് നോക്കിക്കോ. ഇവിടെ നോക്കിയേ, നമ്മൾ എ റേസ് ടു 1/n കണ്ട ഹോൾ റേസ് ടു n എന്നുള്ള ഫോർമാറ്റിൽ ഒരു സാധനം എഴുതണമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? മനസ്സിലായ? ഇവിടെ നോക്കിയേ, എ റേസ് ടു 1/n ഹോൾ റേസ് ടു n എന്നുള്ള ഫോർമാറ്റ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? എ റേസ് ടു n ഇൻറ്റു 1/n ഈസ് ഈക്വൽ ടു എ എന്നാക്കാൻ പറ്റും. ഇപ്പൊ നോക്കണേ, ഇപ്പോ 3 റേസ് ടു 1/3 എന്നാന്ന് വെച്ചോ അല്ലെ? 3 റേസ് ടു 1/3 ഹോൾ റേസ് ടു 3 ആന്ന് വെച്ചോ അല്ലെ? ആ ഫോർമാറ്റ് അല്ലേ? ഈ ഫോർമാറ്റ് അല്ലേ ഇവിടെ? 3 റേസ് ടു 1/3 ഹോൾ റേസ് ടു 3. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 റേസ് ടു 1/3 ഇൻറ്റു 3, അതായത് 1/3 ഇൻറ്റു 3. ഇതിന് രണ്ടിനെയും നമ്മൾ ഇൻറ്റു ചെയ്തു കണ്ടാ? ഓക്കെ, അപ്പൊ ഇവിടെ 3യും 3യും നമുക്ക് വെട്ടിപ്പോ നമുക്ക് എന്ത് ആൻസർ വരും? 3 റേസ് ടു 1 ആൻസർ വരും. മനസ്സിലായി നിങ്ങൾക്കിത്? ഞാൻ ഈ പറഞ്ഞ ഈ കാര്യത്തിനെയാണ് ഇവിടെ എഴുതി കാണിച്ചത്. ഒന്നും കൂടി എഴുതാം. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാണ്. വേറൊരു കളർ കൊണ്ട് നമുക്ക് എഴുതി കാണിക്കാം. അതായത് 2 റേസ് ടു 1/2 ഹോൾ റേസ് ടു 2 എന്ന് വന്നാൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഈ 1/2 ഇൻറ്റു 2 ചെയ്ത് എഴുതാം എക്സ്പോണൻസ്. അപ്പൊ 2 റേസ് ടു 1/2 ഇൻറ്റു 2 എന്ന് കൊടുക്കുമ്പോ ഈ 2ഉം 2ഉം കട്ടായി പോകും. ഈക്വൽ ടു 2 റേസ് ടു 1 എന്ന് നമുക്ക് ഉത്തരം വരും. അതാണ് ഈ സംഭവം. നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കാം. കണ്ടില്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് എയുടെ അല്ലെ? നമുക്ക് n വന്നിട്ടുണ്ട് സെയിം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഈ ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലെ? കോമൺ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത്രയും ഫോർമുല മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോ ഫോർമുല എഴുതിക്കോ. ഓക്കെ, എഴുതി കഴിഞ്ഞാ? ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. +9,910 + 100 ഇൻറ്റു 100 റേസ് ടു 0 എത്രയാണ്? അതാണ് നമ്മുടെ ചോദ്യം വന്നേക്കണേ അല്ലേ? ഓക്കെ, എന്തായിരിക്കും നമ്മുടെ ഉത്തരം വരാ? ഒന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ 9,910 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 9,910 + 100 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു 100 റേസ് ടു 0 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ നേരത്തെ പഠിച്ചനുസരിച്ച് എ റേസ് ടു 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ്? 1. അപ്പൊ 100 റേസ് ടു 1 എത്രയാ വരാ? 1 ആണ് വരാ. ഉത്തരം വന്നു തോന്നുന്നു. അപ്പൊ നമ്മള് 9,910 + 100 ചെയ്യുമ്പോ നമ്മുടെ ഉത്തരം എത്ര വരാ? എത്ര വരാ ഉത്തരം വന്നാ? വിസ്മി ഏഞ്ചലൊക്കെ ഉത്തരം പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ കൂട്ടിയേ. കൂട്ടലൊക്കെ സംശയമുള്ളവരുണ്ടാ? പുതിയതായിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം.
കുറച്ച് നേരത്തെ വന്നവർക്ക് പിന്നെയും കാൽക്കുലേഷൻ ഒക്കെ കുറച്ചുകൂടി ആയിട്ടുണ്ടാവും. നമ്മൾ കൂട്ടാ കേട്ടാ, ഇങ്ങനെ ഇട്ട് കൂട്ടാ. ഇത് നന്നായി അറിയുന്നവർ വിചാരിക്കും ഇത് സിമ്പിൾ അല്ലേ, എന്തിനാണ് ഇങ്ങനെ കൂട്ടണേന്നൊക്കെ. പക്ഷെ ഇതൊക്കെ മറന്നു പോയിട്ട് ഇതുവരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ക്ലാസ്സിലുണ്ട്, എനിക്കറിയാം. ഓക്കെ, കുറെ നാളായിട്ട് പഠിപ്പൂട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓക്കെ, കിട്ടിയില്ലേ? നമുക്ക് ഉത്തരം കിട്ടി അല്ലെ? ഇവിടെ നമുക്ക് ആകെ നമ്മളിപ്പോ ഈ പഠിച്ച എക്സ്പോണൻഷ്യൽ ഫോർമാറ്റില് നമ്മൾ ഈ 100⁻0 ഈക്വൽ ടു 1 എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ചോദ്യവും ഉത്തരവും എഴുതിയെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോട്ടെ? ഓക്കെ, അടുത്തേക്ക് പോവാട്ടോ. ചെറിയൊരു ചോദ്യമായിരുന്നു. ഇവിടെ നോക്കാം. -1 ⁻99 പ്ലസ് -1 ⁻100 പ്ലസ് -1 ⁻101 എത്ര? 101 എത്ര? അല്ലെ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മള് ഒരു സംഖ്യേനെ എക്സ്പോണൻഷ്യൽ കൊടുക്കുമ്പോ അത് ഇരട്ടസംഖ്യ ആണെങ്കിൽ അതിന്റെ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. അതായത് കൃത്യംഗം ഇരട്ടസംഖ്യ ആണെങ്കിലോ പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മുടെ കൃത്യംഗം എന്ന് പറയുന്നത് ഒറ്റസംഖ്യ ആണെങ്കിലോ, ഉത്തരങ്ങൾ വന്നു തുടങ്ങി. കൃത്യംഗം ഒറ്റസംഖ്യ ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ -1 ഇൻറ്റു -1 ഇൻറ്റു -1 അല്ലെ? അതായത് 1⁻3നെയാണ് നമ്മൾ എന്ത് ചെയ്തേ? ഇൻറ്റു ചെയ്തത്. അതായത് -1 ⁻3നെ -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഉത്തരം എന്ത് വരും? -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോ 1 ആണ്. ഏത് 1 വരും? പോസിറ്റീവ് 1 വരും അല്ലെ? അതായത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പോസിറ്റീവ് 1. ഈ പോസിറ്റീവ് 1 ഇൻറ്റു പോസിറ്റീവ് 1 അല്ലെ, ഇത് രണ്ടും കൂടി പോസിറ്റീവ് 1 ആണ്. പോസിറ്റീവ് 1 ഇൻറ്റു -1 ചെയ്യുമ്പോഴോ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, അപ്പൊ -1 വരും. അതായത് ഒറ്റസംഖ്യ കൃത്യംഗം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം മൈനസ് ആയിരിക്കും. ഇനി ഞാൻ -1 കൊടുക്കണെങ്കിലോ -1 ഇൻറ്റു -1 ഉത്തരം എന്താ? വെറും 1 അല്ല ഉത്തരം അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ് അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആണ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് +1 വരും. അപ്പൊ നമ്മുടെ കൃത്യംഗം ഇരട്ടസംഖ്യ ആണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. നമ്മുടെ കൃത്യംഗം നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഉത്തരം അല്ല, ഒറ്റസംഖ്യ ആണെങ്കിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും അല്ലെ? ഇവിടെ കുറച്ച് ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഉത്തരം തെറ്റിയിട്ടുണ്ടല്ലോ. ഉത്തരം തെറ്റി. കറക്റ്റ് ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ഉത്തരം വന്നിട്ടുണ്ട്. യെസ്, അനീഷ വിസ്മയക്ക് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കെന്താ നമ്മുടെ ഈ പ്രോബ്ലം എങ്ങനെയാന്ന് നോക്കാം. -1 ⁻99 എന്ന് പറഞ്ഞ ഉത്തരം എന്താ പറയാ? -1 ഇൻറ്റു -1 ഇൻറ്റു നമുക്ക് 99 പ്രാവശ്യം കുടിക്കണം. ഉത്തരം എങ്ങനെ പോയാൽ ഒന്നാണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 99 എന്ന് പറഞ്ഞ ഒറ്റസംഖ്യ അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം -1 ആയിരിക്കും അല്ലെ? നമ്മുടെ ഉത്തരം എന്തായിരിക്കും? -1. ഓക്കെ, ഉത്തരം -1. യെസ്, പ്ലസ് -1 പ്ലസ് -1 ⁻100. അപ്പൊ ഉത്തരം എന്തൊന്നായിരിക്കും? ഉത്തരം പോസിറ്റീവ് 1 ആയിരിക്കും അല്ലെ? ഉത്തരം എന്തായിരിക്കും? പോസിറ്റീവ് 1 ആയിരിക്കും. പോസിറ്റീവ് 1 പ്ലസ് ഇവിടെ -1 ⁻101 ആണ്. അപ്പൊ ഈ 101 പറയുന്നത് ഒറ്റസംഖ്യ അല്ലേ? നമ്മുടെ ഉത്തരം എന്തായിരിക്കും? -1 ആയിരിക്കും അല്ലെ? ഇവിടെ എന്താണ്? ഈ -1 +1 ക്യാൻസൽ ആയി പോയ നമ്മുടെ ഉത്തരം എന്താ പറയണേ? നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് -1 ആണ്. കിട്ടിയാ? ആരെങ്കിലും ഞാനൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, ആരെങ്കിലും വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നുകൂടി പറയണം, മനസ്സിലാവണില്ല. കിട്ടിയ നിങ്ങൾക്ക്? കിട്ടാത്തവര് ചോദിക്കാനായിട്ട് മടിക്കണ്ട. കിട്ടാത്ത ആൾക്കാര് വേറെ ഉണ്ടോ? മടിയായിട്ട് അവര് ചോദിക്കാത്തായിരിക്കാം കേട്ടാ. കിട്ടിയെങ്കിൽ നിങ്ങൾ യെസ് പറയാം. അവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചോ.
ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃത്യംഗം ഒറ്റസംഖ്യ ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ എഴുതാ, ഒരു നെഗറ്റീവ് സംഖ്യയുടെ, അതവിടെ എഴുതി വെച്ചോളൂ. ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃത്യംഗം ഒറ്റസംഖ്യ ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ്. ഇനിയോ കൃത്യംഗം, ഒരു നെഗറ്റീവ് സംഖ്യയുടെ കൃത്യംഗം പോസിറ്റീവ് ആണെങ്കിൽ, അല്ല പോസിറ്റീവ് ആണെങ്കിൽ എന്നല്ല, ഇരട്ടസംഖ്യ ആണെങ്കിൽ, കൃത്യംഗം ഇരട്ടസംഖ്യ ആണെങ്കിൽ, സോറി, കൃത്യംഗം ഇരട്ടസംഖ്യ ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ്. ഉത്തരം പോസിറ്റീവ്. കിട്ടിയാ? യെസ്, ഞാൻ അടുത്തേക്ക് പോവാണ്. ഓക്കെ, ഇതൊന്ന് നോക്കിയേ. 2⁴ ഇൻറ്റു 2⁵ ഇൻറ്റു 2⁵2 ഇൻറ്റു 2ന്റെ വില എന്ത്? നമ്മൾ പഠിച്ച ഫോർമുലയ്ക്ക് നോക്കാം. നമുക്ക് ഏത് വെച്ച് ചെയ്യാൻ പറ്റും? a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m പ്ലസ് n വെച്ച് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല, അല്ലെങ്കിൽ നമ്മുടെ ലോ. ഇതാണ് നമ്മുടെ ലോ. അതായത് ഇതിന്റെ എല്ലാം നോക്കിയേ, ഇതെല്ലാം നമുക്ക് അല്ലേ സെയിം അല്ലേ, എല്ലാം 2 അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ കൃത്യംഗങ്ങൾ തമ്മിൽ നമുക്ക് അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, കൃത്യംഗങ്ങൾ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് വരും? a⁻2 അല്ല 2⁻2 അല്ലെ, 2⁻4 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. 2ന്റെ ഏതാ? 2ന്റെ 1 ആണ് വരാ അല്ലെ. ഇതെല്ലാം കൂടി കൂട്ടിയേ 2⁻10 വരും. 2⁻10ന്റെ ഉത്തരം ഒന്ന് കരിച്ചു അല്ല ഗുണിച്ച് കണ്ടുപിടിച്ചേ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു കണ്ടുപിടിക്കേ. ഉത്തരം ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അനീഷ കണ്ടുപിടിച്ചിട്ടുണ്ട്, നേഹ ഫ്രാൻസിസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പറഞ്ഞു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 10 പ്രാവശ്യം ചെയ്യാം. കാരണം നമ്മൾ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഓപ്ഷനിലേക്ക് നോക്കാം ഇത് എങ്ങനെയൊക്കെ എടുക്കണം, എക്സ്പോണൻഷ്യൽ ഫോമിലാണോ അല്ലാത്ത ഫോമിലാണോ എന്ന്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലെ, നമ്മൾ ഇങ്ങനെ ചെയ്യണം. അല്ലാണ്ട് നിവൃത്തിയില്ല. കണ്ടാ, കാൽക്കുലേറ്റർ ഒന്നും എടുത്ത് ചെയ്യല്ലേ. കാൽക്കുലേറ്റർ എടുത്തിട്ട് ഉത്തരം ശരിയാണെന്ന് വേണമെങ്കിൽ നോക്കിക്കോ. നമ്മൾ എന്ത് ചെയ്യാ, തന്നെ ചെയ്ത് പഠിക്കാം. അല്ലെങ്കിൽ എക്സാം ഹോളിൽ നമുക്കത് ഗുണം ചെയ്യില്ല കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരാ കേട്ടാ. ഓപ്ഷൻ ബി ആണ് വരാ. നന്നായിട്ടൊന്ന് ഇൻഡു ചെയ്ത് നോക്കാം. നമുക്ക് 1204 ചെയ്തെത്താത്തവര് വീണ്ടും വർക്കൗട്ട് ചെയ്യണം കേട്ടാ. അടുത്തേക്ക് പോയാലോ? അടുത്തേക്ക് പോട്ടെ. ഗുണിച്ചെത്താത്തവര് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 3⁻6 ഡിവൈഡഡ് ബൈ 3⁻9. നമ്മുടെ ലോ എഴുതി വെച്ചിരിക്കും. നോക്കാം ഏത് ഫോർമുലയാണ് സ്യൂട്ട് ആവാൻ നോക്കാം. ഏത് വരും? a⁻m ബൈ a⁻n ഈക്വൽ ടു a⁻m മൈനസ് n അല്ലേ വരാ. തന്നെക്കൊന്ന് ചെയ്തേ. സൈനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. സൈനുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഓക്കെ, നേഹ ഫ്രാൻസിസ് ഉത്തരം പറഞ്ഞ്, അനീഷ് ഉത്തരം പറഞ്ഞു, വിസ്മി ഉത്തരം പറഞ്ഞു. എയ്സലിനൊക്കെ കിട്ടുന്നുണ്ട്. എയ്സല, ലീന ബാബു ഒക്കെ നമ്മുടെ പുതിയ കുട്ടികളാണോ? നിങ്ങൾക്കൊക്കെ കിട്ടുന്നില്ലേ? അഷിമ ഒക്കെ അഷിമ പഴയ കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? റിസ്ന, ശ്രീവിദ്യ, ഐസക്കൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ടോ? നിങ്ങളൊക്കെ കമന്റ് ചെയ്യാട്ടോ ഉത്തരം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാലാണ് നിങ്ങളും കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കിട്ടാത്തവര്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 3/3. കുറെ പേര് ആൻസർ പറഞ്ഞു. നമ്മുടെ ഫോർമുല വെച്ച് നമുക്ക് എങ്ങനെയാണ് a/m/a/n ആണ്. എയുടെ സ്ഥാനത്ത് 3 ആണ്. 3⁻⁻6 -9 അല്ലെ? ഇങ്ങനെയല്ലേ വരാ? 3⁻⁻6. ഇവിടെ ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പോസിറ്റീവ് ആവും, +9 ആവും അല്ലെ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, +9. അപ്പൊ എന്താണ്? ഒരു മൈനസും ഒരു പ്ലസും കൂടി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്ന് എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പോൾ വലുത് 9 ആണ്. 9ൽ നിന്ന് 6 കുറച്ച് 9ന് ചിഹ്നം ഇട്ട് 9ന് ചിഹ്നം പോസിറ്റീവ് ചിഹ്നമാണ്. അപ്പൊ എന്താ വരാ? 9ൽ നിന്ന് 6 3, 3/3 പോസിറ്റീവ് 3 ആണ് വരാ. നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. എനിക്ക് തോന്നുന്നു അടുത്തേക്ക് പോവാ അല്ലെ? ചെറിയൊരു പ്രോബ്ലം ആണിത്. എക്സാമ്പിൾസ് ചെയ്യാൻ നിങ്ങൾക്ക് തരാം. ഉത്തരം കാണാം. യെസ്, ഓക്കെ. നമുക്ക് ഈ ചോദ്യം ഒന്ന് വായിച്ചേ. 5/2 into 2/2. 5/2 into 2/2. എങ്ങനെ ചെയ്യാൻ പറ്റാം? 5/2 into 2/2. നമ്മുടെ ഫോർമുല നോക്ക്. a/m into b/m equal to ab all raised to m അല്ലേ? വിസ്മി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മെൽവി സ്നേഹ വിൻസനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? ഇതാണ് നമ്മുടെ ഫോർമുല അല്ലെ? ഇവിടെ എയും ബി ഒക്കെ എന്താ? 5 into 2 all raised to 2. 5 into 2 10, 10 സ്ക്വയർ. ഓപ്ഷൻ ബിയിൽ നമ്മൾ ഉത്തരം എടുക്കുന്നുണ്ട്. ഇനി ഓപ്ഷനിലേക്ക് നോക്കാം. ചിലപ്പോ ഒരു 100 ഇടാം. കാരണം 10 സ്ക്വയർ എന്ന് വെച്ചാൽ 100 അല്ലേ ഉത്തരം. അപ്പൊ അങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം, എങ്ങനെ വേണമെങ്കിലും ഉത്തരം വരാം അല്ലേ? യെസ്, എല്ലാവരും കിട്ടിയെന്ന് തോന്നുന്നു. വേഗം വേഗം ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഐസൊക്കെ ചെയ്യുന്നുണ്ട്. ഐസൊക്കെ പേര് വിളിക്കുന്നത് നിങ്ങൾ അവിടെ ഉണ്ടോന്ന് അറിയാനാണ് കേട്ടോ. പേര് വിളിക്കുന്നതാണ്. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഓടിക്കളയരുത്. വിൽഗ റോസ്, ഓക്കെ, ആൻസൺ മാത്യു, എയ്സൽ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തേക്ക് പോവാം. 2⁻³ വില എന്ത്? 2⁻³ വില എന്ത്? നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? നമ്മുടെ ഫോർമുല എന്തായിരുന്നു? വേഗം ഫോർമുല മറച്ചു നോക്കാം. a⁻n എന്ന് വെച്ചാൽ എന്താ? 1/a⁻n ആണ് അല്ലേ? വന്നൂടെ? നേഹ, ആൻമരിയ, ക്വിൻസി, നഷിമ, ഓക്കെ, എൽമ, ശ്രീവിദ്യ, സിമി. ഓക്കെ, നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി 1/8 അല്ലെ? ഓപ്ഷൻ ഡി 1/8 ആണ്. എസ് വിസ്മി എല്ലാവരും ഉത്തരം പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യണേ? 2⁻³ നമുക്ക് എങ്ങനെ എഴുതാം? 1/2⁻³ അല്ലെ? പോസിറ്റീവ് ആവും അത്. അപ്പൊ ഇതിന് എന്ത് വരും? 1/2 into 2 into 2 അല്ലെ? 2 into 2 4, 4 into 2 8. നമുക്ക് 1/8 നമുക്ക് ആൻസർ വരും അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇതിൽ ഇത്രേ ഉള്ളൂ.
ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകൾ ശ്രദ്ധിക്കുക. നെഗറ്റീവ് പോസിറ്റീവിന്റെ ഗുണനം ഹരണം അതിന്റെ കൂട്ടലും കുറയ്ക്കലും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഈ നിയമങ്ങളൊന്നും അറിഞ്ഞിരിക്കുക, കൃത്യമായിട്ട് ചെയ്യുക. നമുക്ക് ബേസ് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. ഓക്കെ, യെസ്. അടുത്തേക്ക് ഒന്ന് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ. 4�3 സമം 2 p ആണ് കേട്ടോ. ഇതിവിടെ p ആണ്. p ആയാൽ p എത്ര? പിയുടെ വാല്യൂ എത്രയാന്ന് ചോദിച്ചേക്കണേ. ഇവിടെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? p നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 4�3 = 2p ആണ് അല്ലെ? ഈ 4�3നെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4ന് നമുക്ക് 2² എഴുതിക്കൂടെ? 4 = 2 × 2 അല്ലേ? നമ്മൾ എങ്ങനെ എഴുതും? 2² ഹോൾ റേസ് ടു 3 2p = 2p. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോർമുല നമ്മൾ എന്താ പഠിച്ചേ? a⁻m ഹോൾ റേസ് ടു n ആണെങ്കിൽ a⁻m × n ആണ് അല്ലെ? നമുക്ക് m × n എഴുതാൻ പറ്റും. നമുക്ക് ഇതിനെ ഇങ്ങനെ എന്ത് ചെയ്യാം? 2�6= 2p. ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ബേസ് കറക്റ്റ് ആണ് അല്ലെ? ഇവിടെ ഉത്തരം വന്നു. അനീഷയ്ക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അല്ലെ? അനീഷ് ഉത്തരം പറഞ്ഞു. നമ്മുടെ ഈ ബേസ് 2 ഈക്വൽ ആണ്. 2ഉം 2 ആണ്. നമുക്ക് എന്ത് ചെയ്യണം? കൃത്യങ്ങളെ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം അല്ലെ? ഇവിടെ അതായത് ഇവിടെ 2�6 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2p വേറെ എന്തായിരിക്കും? 6 തന്നെയായിരിക്കുക. 2�6 ഇവിടെ ആണെങ്കിൽ ഇവിടെ p യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? p = 6 എന്ന് എഴുതിക്കൂടെ? മനസ്സിലായില്ലേ? ഓപ്ഷൻ എ നമുക്ക് ഉത്തരം വരും 6 അല്ലെ? നമുക്ക് 2�6 = 2p. 2�6ന്റെ സ്ഥാനത്ത് p വരും. ബേസ് നമ്മുടെ സെയിം ആണ്. യെസ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. അടുത്തേക്ക് പോവാൻ തോന്നുന്നു. 125 - 1/3 × 625⁻1/2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഇതിനൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് പറഞ്ഞാലുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും അല്ലെ? ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും. യെസ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 125നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഈ 3 കട്ടാക്കാൻ പറ്റണം. 125നെ നമുക്ക് എങ്ങനെയാക്കാൻ പറ്റും? നമുക്ക് 5/3 ആക്കാൻ പറ്റും ഇല്ലേ? സോറി, 5�3 ആക്കാൻ പറ്റും ഇല്ലേ? 5 × 5 എത്രയാ? 5 5�3 അല്ലേ? അപ്പൊ നമുക്ക് ഈ 125 - 1/3 എങ്ങനെ എഴുതാം? 5�3 ഹോൾ റേസ് ടു -1/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? ഇൻറ്റു. ഇനി 625നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 625 നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഈ 125നെ ഒരു വട്ടം കൂടി ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നമുക്ക് 5 × 5 × 5 125 കിട്ടി. 125 ഒരു പ്രാവശ്യം കൊണ്ട് 5 കൊണ്ട് ഗുണിച്ചു നോക്കിയേ 625 അല്ലേ? അതായത് 5⁴ ആണ് ഈ പറഞ്ഞ 625. 5⁴ അല്ലെ? ഹോൾ റേസ് ടു 1/2 എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ 5�3× -1/3 നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 5�3× -1/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാ? ഈ 3യും 3യും കൂടി വെട്ടിപ്പോവും. അപ്പൊ ഇവിടെ എന്ത് വരും? 5⁻1. ഇവിടെ നമുക്ക് എന്ത് വരും? 5⁻4 × 1/2 എന്ന് പറയുമ്പോ 2 അങ്ങോട്ട് പോകും, ഇവിടെ 2 ആവും. നമുക്ക് എങ്ങനെ എഴുതാം? = 5⁻1 ×
ഇവിടെ 5 raised to 2 വരും അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഇത് a⁻m into a⁻n ഫോർമാറ്റിക്ക് എത്തിയില്ലേ? അപ്പൊ a⁻m into a⁻n is equal to a⁻m plus n ആണ്. നമുക്ക് 5⁻−1 plus 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 5⁻1 equal to 5 എന്ന് ഉത്തരം വരും. ഓക്കെ, ഉത്തരം കിട്ടിയായിരുന്നാ? ഓപ്ഷൻ ഡിയിലേക്ക് നേഹ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓപ്ഷൻ ഡി ഉത്തരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നുകൂടി പറയട്ടെ? പറയണോ? നമ്മളിവിടെ എന്താ ചെയ്തേ? 125, അതായത് നമുക്ക് ഈ 3നും 2വിനൊക്കെ നമുക്ക് കളയാൻ പറ്റണം. അപ്പോ അതിന് സഹായിക്കുന്ന ഒരു കൃത്യംഗമായിരിക്കും ഇവിടെ നമുക്ക് കിട്ടണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കത്. അപ്പൊ എങ്ങനെയാണ്? നമുക്ക് 5 ക്യൂബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂബ് വരും അല്ലെ? ക്യൂബ് വരണം. നമുക്ക് 3യും 3യും വെട്ടി കളയാൻ പറ്റും. 5 ക്യൂബ് ആണ് 125 അല്ലെ? അപ്പൊ നമ്മൾ 5 ക്യൂബ് ഹോൾ റേസ് ടു -1/3 നമ്മൾ എടുത്തു അല്ലെ? 5 ക്യൂബ് ഹോൾ റേസ് ടു 1/3 നമ്മൾ എടുത്തു. അതുപോലെ 5⁻4 ആണെങ്കിൽ അതാണ് 625. 5⁻4 റേസ് ടു -1/2 എന്ന് നമ്മൾ കൊടുത്തു അല്ലെ? ഓക്കെ, ഓക്കെ. അപ്പോ നോക്കിയേ, ഇപ്പൊ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് അല്ലെ? 5⁻3 into -1/3. 3യും 3യും വെട്ടിക്കളഞ്ഞു. 5⁻−1 ഇവിടെ വന്നില്ലേ? കണ്ടാ? ഇനി ഇവിടെ 5⁻4 into 1/2. 2വും 2 നമ്മളിവിടെ വെട്ടിക്കളഞ്ഞു ഇവിടെ അല്ലെ? ഇവിടെ 2, ഇവിടെ 4ല് 2 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം പോകും. 5⁻2. അപ്പൊ 5⁻−1 into 5⁻2. അതിന് നമ്മൾ എങ്ങനെ എഴുതി? a⁻m into a⁻n ഫോർമാറ്റിലേക്ക് നമ്മൾ എഴുതാണ് ചെയ്തത് അല്ലെ? ആ ഒരു ഫോർമാറ്റിൽ a⁻m plus n ആണ്. -1 plus 2. ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടാം. അപ്പൊ നമ്മൾ 5⁻1 equal to 5 കിട്ടിയെന്ന് വിചാരിക്കണോ? ആരെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം കേട്ടാ. കിട്ടിയെന്ന് വിശ്വാസത്തിൽ ഞാൻ അടുത്തേക്ക് പോവാണ്. യെസ്, 3⁻7 plus 3⁻7 plus 3⁻7 equal to 3⁻x ആയാൽ x എത്ര? എന്ത് ചെയ്യാം നമുക്ക്? ഇവിടെ നമുക്ക് മൂന്നും സെയിം ആണ് അല്ലെ? 3⁻7 plus 3⁻7 plus 3⁻7 അല്ലെ? ഈക്വൽ ടു 3⁻x ആണ് പറയണേ. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഐഡിയ എന്താ? ഈ 3⁻7 ഇതിന്ന് ഓരോന്നീന്ന് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. ഉത്തരം വന്നൂടെ അല്ലെ? ഉത്തരം വന്നു കഴിഞ്ഞു. 3⁻7 നമുക്ക് എല്ലാത്തിനും പുറത്തേക്ക് എടുക്കാം. 3⁻7 into ഇവിടെ 1 into 3⁻7 ആണ് 1 പ്ലസ് ഇവിടെ 1 into 3⁻7 അല്ലേ? 3⁻7 പ്ലസ് 1 ഈക്വൽ ടു 3⁻x അല്ലെ? ഇവിടെ നോക്കിയേ, 3⁻7 into ഇവിടെ 1 1 2 2 1 3 അല്ലെ? 3 അല്ലെ? 3 ഈക്വൽ ടു എന്താണ്? 3⁻x. ഇവിടെ എന്താ പറയാ? 3⁻7 into 3⁻1 ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നേ. അപ്പൊ ഇത് a⁻m ന്റെ a⁻n ഫോർമാറ്റ് ആയില്ലേ? ആയി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3⁻7 plus 1 equal to 3⁻x. That means 3⁻8 equal to 3⁻x. x സമം 8 നമുക്ക് ഉത്തരം വരും. കിട്ടിയാ? എല്ലാവരും എല്ലാവരും ഉത്തരം കുറച്ചു പേര് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ക്ലിക്ക് ആയോ? ഇത് ക്ലിക്ക് ആവാത്തവരുണ്ടെങ്കിൽ പറ. ആരൊക്കെയോ എക്സിറ്റ് ആയി പോകുന്നുണ്ട്. മനസ്സിലാവാത്തോണ്ടാണോ പോണേന്ന് അറിയില്ല. മിണ്ടാണ്ട് എക്സിറ്റ് ആയി പോവാൻ തോന്നുന്നു. നിങ്ങൾ പേഴ്സണൽ ആയിട്ടൊരു മെസ്സേജ് അയച്ചോളൂ കേട്ടാ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. എക്സിറ്റ് ആയി പോയ ആളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, യെസ്, റെക്കോർഡറൊക്കെ കണ്ടോളൂ. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണോ? നമ്മൾ ഇത്രയും ചെയ്തുള്ളൂ. 3⁻7 ഇതിൽ നമ്മൾ പുറത്തേക്ക് എടുത്തു കേട്ടാ. അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഉത്തരം അപ്പൊ നമ്മൾ 8 ആണ് നമ്മൾ ഉത്തരം വരണേ കേട്ടാ.
ഇവിടെ 3/7 പുറത്തെടുത്തു. അപ്പൊ ഇവിടെ എല്ലാത്തിനും 1 ഉണ്ട്, 1 ഇവിടെ ഉണ്ട് അല്ലെ. 3/7 ഇൻറ്റു 3/1 നമ്മുടെ സാധാരണ ഫോർമുലയ്ക്ക് ചെയ്തു. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്തത് കുറച്ച് ഡെസിമൽ ആണ്, കുറച്ച് ഡെസിമൽ സാധനങ്ങളാണ്. ഒന്ന് നോക്കിക്കേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. മെൽവി എങ്ങനെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല, എന്താ കമന്റ് ചെയ്തേന്നാ. ഓക്കെ, യെസ്. ഇതൊന്ന് നോക്കി നോക്കിയേ, എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റാന്ന്. 0.512 ഹോൾ റേസ് ടു 1/3 പ്ലസ് 0.008 ഹോൾ റേസ് ടു 1/3. എങ്ങനെ പറ്റും നമുക്ക്? നമുക്കിവിടെ 1/3 നമുക്ക് കട്ടാക്കി കളയണം, ഈ 3 നമുക്ക് കട്ടാക്കി കളയണം. അങ്ങനെ വരണമെങ്കിൽ നമുക്ക് ഇവിടെ 512 അല്ലെ, 0.512 എന്ന് പറയുന്നത് ഏതിന്റെ ഒരു ക്യൂബ് ആണെന്ന് മനസ്സിലാക്കാം. ഏതിന്റെ ക്യൂബായിരിക്കും 512? നമുക്ക് ഏതിന്റെ ക്യൂബായിട്ട് കണക്കാക്കാം? ഏതിന്റെ ക്യൂബായിരിക്കും 512? നോക്കി നോക്കിയേ. ഏതിന്റെ ക്യൂബായിട്ട് വരും 512? ചെയ്ത് നോക്കിയാൻ കിട്ടി എവിടെ? ഇവിടെ 8ന്റെ ക്യൂബ്. അതെങ്ങനെ കണ്ടുപിടിക്ക? നമുക്ക് ഇവിടെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം, 2 കൊണ്ട് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം അല്ലേ. എത്ര വരും? ഇവിടെ 4, 11, 2, 10, 12, 6, 2, 12, 2, 2, 2, 2, 4, 16, 2, 16, 2, 6, 2, 12, 4, 2, 8. വേഗം ഫാക്ടറൈസ് ചെയ്ത ഈ മെത്തേഡില് ഇവിടെ 2 വീണ്ടും 2, 12, 2, 2, 16, 2, 4, 2, 8, 2, 2, 2, 1 അല്ലെ. നമ്മൾ 3 വെച്ചെടുത്തു അല്ലെ. 2 × 2 × 2 ചെയ്യുമ്പോ നമുക്ക് എത്ര വരണേ? 2 × 2 × 2 എത്ര വരണേ? 8 അല്ലെ. അതായത് 8 ക്യൂബാണ് എന്ത് 512 എന്ന് പറയുമ്പോ. 8 ക്യൂബാണ് 512. അപ്പൊ നമുക്കൊരു ഡെസിമല് വേണം. ഡെസിമല് വന്നിട്ടുണ്ട്. നമ്മൾ ഡെസിമലിന് എന്ത് ചെയ്യണം? ഡെസിമല് കഴിഞ്ഞിട്ട് 3 സ്ഥാനമുണ്ട്. അപ്പൊ 0.8 ക്യൂബ് എന്ന് വെച്ചാൽ 0.8 × 0.8 × 0.8. അപ്പൊ ഡെസിമല് കഴിഞ്ഞിട്ട് 3 പോയിന്റ് ആയി. ഇത് 0.8 × 0.8 × 0.8 എന്ന് പറയുമ്പോൾ ഡെസിമല് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1, 2, 3. 8 × 8 × 8 എത്രയാണ്? 512 ആണ്. ഇവിടെ ഡെസിമല് കഴിഞ്ഞിട്ട് നമ്മൾ 3 സ്ഥാനം കൊടുത്തു അല്ലെ. 3 സ്ഥാനം നോക്കി നമ്മളിവിടെ കുത്തിടണേ. അപ്പൊ 0.8 ഹോൾ ക്യൂബ് വന്നു. പ്ലസ് ഇനി ഇവിടെ എന്ത് ചെയ്യാം? 8 എന്ന് പറഞ്ഞ എന്താ? 2 ക്യൂബ് അല്ലേ 8 എന്ന് പറഞ്ഞ? 0.2 ഹോൾ ക്യൂബ് അല്ലെ. 0.2 ഹോൾ ക്യൂബ് ആണ് നമുക്ക് വരണത് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിയേ, 0.8 ക്യൂബ് ഇവിടെ ഹോൾ റേസ് ടു 1/3 അല്ലെ. 0.2 ക്യൂബ് ഹോൾ റേസ് ടു 1/3 അങ്ങനെയല്ലേ വരണത്. ഓക്കെ, ഉത്തരം വന്നു തോന്നുന്നു. ഉത്തരമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഞാനിത് പറഞ്ഞു കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയോ? നിങ്ങൾക്ക് ഒന്നും കൂടെ എഴുതി കാണിക്കാം. ഇവിടെ നമുക്ക് എങ്ങനെയാ വന്നത്? 512 കൺവെർട്ട് ചെയ്ത് മനസ്സിലായില്ലേ? അതായത് 0.8 ക്യൂബാണ് വരാ അല്ലെ. അതായത് 0.8 ക്യൂബ് ഹോൾ റേസ് ടു 1/3 പ്ലസ് 0.2 അല്ലെ. 0.2 ക്യൂബ് ഹോൾ റേസ് ടു 1/3 ഡിവൈഡഡ് ബൈ
ഇവിടെ എന്ത് വരും? ഇവിടെ വീണ്ടും 0.512 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ ഈ 0.8 ക്യൂബ് 0.8 ക്യൂബ് ഓൾ റേസ് ടു 1 ക്യൂബ് 0.8 ക്യൂബ് ഓൾ റേസ് ടു 1/3 മൈനസ് വീണ്ടും ഇവിടെ എന്ത് വരും? 0.2 ക്യൂബ് ഓൾ റേസ് ടു 1/3 വരും അല്ലെ? ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 0.8 ഇൻറ്റു 3 റേസ് ടു 1 ഇൻറ്റു 3 എന്താ വരാ? 0.8 റേസ് ടു 3 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കട്ടായി പോയില്ലേ? പോയി. ഇവിടെ പ്ലസ് 0.2 റേസ് ടു 3 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോഴോ നമുക്കിവിടെ കട്ടായി പോയില്ലേ? കട്ടായി പോയി. ഓക്കെ, ഇപ്പൊ 0.2 ആയി. ഡിവൈഡഡ് ബൈ അല്ലെ? ഡിവൈഡഡ് ബൈ ഇവിടെ ഇതൊക്കെ 0.8 റേസ് ടു 3 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 3 3 കട്ടായി പോയില്ലേ? പോയി. ഈക്വൽ ടു ഇവിടെ 0.2 റേസ് ടു 3 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ ഇവിടെ കട്ടായി പോയില്ലേ? 0.2 റേസ് ടു 1 അല്ലെ? അത് നമ്മൾ ആദ്യം തന്നെ ദേ ഇതിനെടുത്ത് എഴുതാം അല്ലെ? ഇതിനെടുത്ത് എഴുതുമ്പോ എങ്ങനെയാ? ഇതിനെടുത്ത് എഴുതാം 0.8 റേസ് ടു 1 ആണ് പ്ലസ് അടുത്തതോ 0.2 റേസ് ടു 1 ഡിവൈഡഡ് ബൈ 0.8 റേസ് ടു 1 പ്ലസ് സോറി അവിടെ മൈനസ് വരണേ അല്ലെ? അതിനിടയിൽ മൈനസ് അല്ലേ? 0.8 മൈനസ് 0.2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഉത്തരം വരുന്നേ? 0.8 പ്ലസ് 0.2 എത്ര വരാ? എത്ര വരാ? 1 അല്ലേ നമുക്ക് വരാ അല്ലേ? ഇവിടെ നോക്കിയേ 0.8 പ്ലസ് 0.2 വെച്ച് എത്ര വരാ? 8 2 10 0 അല്ലെ? 10. ഇവിടെ നമുക്ക് 1 10 അല്ലേ വരാ? അപ്പൊ ഇവിടെ നമുക്ക് 1 വരും. 1 ഡിവൈഡർ ബൈ 0.8 മൈനസ് 0.2 എത്ര വരാ? 0.6 ആണ് നമുക്ക് വരാ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മളൊന്ന് കൺവെർട്ട് ചെയ്യണം. 1/0.6 ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 1/0.6 എന്നൊരു സാധനം ഇല്ല. അപ്പൊ 1/0.6 നമുക്ക് എങ്ങനെ എഴുതാം? 1/0.6 എങ്ങനെ എഴുതാം? 1/6/10 എഴുതി കൂടെ? എഴുതാം. ഇതിനെ നമ്മൾ ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ തല തിരിച്ചെഴുതാം നമുക്ക് അല്ലെ? നമ്മുടെ റെസിപ്രോക്കൽ കൊടുക്കാം അല്ലെ? രണ്ട് ഭിന്നസംഖ്യകളെ നമ്മൾ ഹരിക്കുമ്പോൾ എന്ത് ചെയ്യും? 1 ഡിവൈഡഡ് ബൈ അല്ലെ 1 ഇൻറ്റു 10/6. അപ്പൊ നമുക്ക് എന്ത് വരും? 5/3 ഉത്തരം വരും. ഇതിൽ രണ്ടിലും 2 വെച്ച് പോവും. നമുക്ക് 5/3 ഉത്തരം വരും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നണ്ട ഈ പ്രോബ്ലം? നിങ്ങൾക്ക് ചെയ്ത് പോരാൻ പറ്റിയ? കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞവരൊന്ന് പറഞ്ഞേ. ഉത്തരം കിട്ടിയവർ നിങ്ങൾ നോക്കണ്ട. ഉത്തരം കിട്ടിയവർ കുറച്ച് പേരുണ്ടാവുക. നോക്കിയേ, നമ്മൾ ആദ്യം ഇവിടെയൊക്കെ റെഡ്യൂസ് ചെയ്ത് വന്നതൊക്കെ മനസ്സിലായ? ഇതൊക്കെ മനസ്സിലായെങ്കിൽ അവസാനം തല തിരിച്ചിട്ടത് മനസ്സിലായില്ല? അങ്ങനെയുള്ളവരുണ്ടാ? അത് നേരം വൈകി വന്ന ആൾക്കാരൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ഓക്കെ, അടുത്തേക്ക് പോവാമോ? ഇത് ഞാൻ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ ഈ സംഭവം? ഇവിടെ 1/0.6 വരെ മനസ്സിലായിട്ടുണ്ടാ? 1/0.6 വരെ എത്തിക്കഴിയുമ്പോ നമുക്ക് ഓപ്ഷനിൽ 1/0.6 ഉത്തരമില്ല. അപ്പൊ നമ്മൾ അതിനെ വീണ്ടും ചെയ്യണം. അതായത് 0.6 എന്ന് പറയണെങ്കിൽ ഇവിടെ എന്താണ്? 6/10 ആണ് 0.6 അല്ലെ? 6/10 ആണ് 0.6. അപ്പൊ നമ്മൾ 1/6/10 എന്ന് എഴുതിയതിനെ. അപ്പൊ നമ്മൾ രണ്ട് ഭിന്നസംഖ്യകൾ നമ്മൾ ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? താഴെയുള്ളതിന്റെ റെസിപ്രോക്കൽ എടുക്കണം അല്ലെ? അതിനെ തലതിരിച്ചിടണം. റെസിപ്രോക്കൽ വ്യുൽക്രമം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 ഇൻറ്റു 10/6 എന്ന് ഇട്ടു. അത് നമ്മൾ ചെയ്തപ്പോ 5/3 കിട്ടി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ പ്രോബ്ലം തരാം ചെയ്യാനായിട്ട്. വേറെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നമുക്ക് ഡിഫിക്കൽട്ട് പ്രോബ്ലത്തേക്ക് പോവാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഫോർമുല ഒന്ന് ഉറക്കാനായിട്ട് വേറെ കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാം. അതായത് 7/2 ഇൻറ്റു 7/4 ഡിവൈഡഡ് ബൈ 7 സ്ക്വയർ എത്ര? ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചേ.
ഓക്കെ, സി പോയിന്റ് ഒരു കാര്യമുണ്ട്. ബിസ്മി പോയിന്റ് വെറും 2 അല്ല, 0.2 ആണ് ആയത് കേട്ടോ. 0.008 0.2 ആണ് ആയത്. അതായത് 2 ക്യൂബ് ആണ് 8. 2 × 2 × 2 ആണല്ലോ 8. നമ്മൾ 0.2 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് 0.008 വരും. ഡെസിമൽ കഴിഞ്ഞ് നമുക്ക് 3 സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് ഉത്തരം നമുക്ക് എന്ത് വരും? ഓക്കെ, ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇവിടെ നമുക്ക് എന്ത് വരും? നമുക്ക് a raised to m into a raised to n എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യത്തെ ചെയ്യാം അല്ലെ. a raised to m into a raised to n എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പൊ എന്ത് വരും? 7 raised to, നമുക്ക് ഉത്തരം ഇവിടെ 7 raised to 4 എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, നമുക്ക് 7 raised to a raised to m into a raised to n എന്ന് പറയുമ്പോൾ 7 raised to 2 plus 4 നമുക്ക് വരും അല്ലെ. 7 raised to 2 into 7 raised to 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരാ? അല്ലെ, നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് എടുത്തെഴുതാം ഇതിനെ. അതായത് 7 raised to 2 into 7 raised to 4 divided by 7 raised to 2. നമുക്ക് നേരെ വെട്ടിക്കളയാം അല്ലെ. 7 raised to 4 ഉത്തരം കിട്ടും. ഓക്കെ, 7 raised to 4 ഉത്തരം കിട്ടിയാ? കുറെ പേര് കിട്ടിയിട്ടുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 3 square into 3 raised to 4 divided by 3 raised to 5. ഇതിന് ഉത്തരം ഒന്ന് പറയാമോ? യെസ്, ഉത്തരം വന്നു. നിഷ, നേഹ, അനീഷയൊക്കെ തന്നിട്ട് ഉത്തരം നമുക്ക് 3 ആണ് വന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3 സ്ക്വയർ ഇപ്പൊ ചെയ്ത പോലെ 3 സ്ക്വയർ ഇൻറ്റു 3 raised to 4 ഡിവൈഡഡ് ബൈ 3 raised to 5 നമുക്ക് ചെയ്യാം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ a raised to m into a raised to n എന്നുള്ള രീതിയിൽ a raised to m plus is equal to a raised to m plus n ആണ്. അപ്പൊ 3 raised to 2 plus 4 divided by 3 raised to 5. അപ്പൊ നമുക്ക് എന്ത് വരും? 3 raised to 6 divided by 3 raised to 5. അപ്പൊ നമുക്ക് a raised to m by a raised to n എന്നുള്ള ഫോർമാറ്റ് കിട്ടി. അപ്പൊ a raised to m by a raised to n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a raised to m minus n ആണ്. ആ നിലയ്ക്ക് നമ്മൾ 3 raised to 6 minus 5 ചെയ്യും. അപ്പൊ 3 raised to 1 വരും. നമുക്ക് ഉത്തരം 3 വരും അല്ലേ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണോ? അടുത്ത പ്രോബ്ലത്തിക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ തരാം. 2 raised to 5 into 3 square minus 2 square divided by 2 square into 2 raised to 0. ഇത് കണ്ടുപിടിക്കുക. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഞാൻ ഈ ഓപ്ഷൻ തന്നിടാം. 61, 76, ഓപ്ഷൻ സി 67, ഓപ്ഷൻ ഡി നമുക്ക് 71. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടൊന്ന് ചിന്തിക്കണം നമ്മള്. നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ 2 raised to 2 പുറത്തേക്ക് എടുക്കാം. അതായത് 2 raised to 5 നിന്ന് 2 raised to 2 പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെ 2 raised to 2 ഉണ്ട് അല്ലെ. നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോ 2 raised to 2 into 2 raised to 5 നിന്ന് 2 raised to 2 പുറത്തേക്ക് എടുക്കുമ്പോ എന്താ പറയാ? 2 raised to 3 into
3 സ്ക്വയർ, ഇവിടെ നമ്മൾ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ -1 വരും, ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ പറയാ 2 സ്ക്വയർ ഇൻറ്റു 2⁻0 എന്ന് പറഞ്ഞാൽ എന്താ പറയാ 1 അല്ലേ വരാ. ഓക്കെ, 1 വന്നു. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, നമുക്കിവിടെ 2 സ്ക്വയറും 2 സ്ക്വയറും വെട്ടിക്കളയാം അല്ലേ. ബാക്കി എന്താ ഉള്ളേ 2³ ഇൻറ്റു 3 സ്ക്വയർ -1. അപ്പൊ 2³ എത്ര വരണേ, അതായത് 2³ ഇൻറ്റു 3 സ്ക്വയർ -1 ആണ് ബാക്കി വരണേ. 2³ എന്ന് പറഞ്ഞാൽ 8 വരും, 8 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുമ്പോ 9 വരും, -1. 9 ഇൻറ്റു 72, 72 -1 എത്രയാണ് 71 ഉത്തരം വരും. ഓക്കെ, അനീഷ് 71, അനീഷയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. 71 ഉത്തരം വന്നിട്ടുണ്ട്. കിട്ടിയോ ഇത്? ഇവിടെ മനസ്സിലായി. നമ്മൾ ഈ 2 സ്ക്വയറിനെ നമ്മളൊന്ന് പുറത്തേക്ക് എടുത്തു, കണ്ട. അതായത് താഴെ നമുക്ക് 2 സ്ക്വയർ ഉണ്ട്, കണ്ട, താഴെ 2 സ്ക്വയർ ഉണ്ട്, മുകളിലും 2 സ്ക്വയർ. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ താഴെയും മുകളിലും ഒരേപോലെ കട്ട് ചെയ്ത് കളയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2 സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തത്. 2 സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ 2 സ്ക്വയറിനെ നേരിട്ട് എടുക്കാം. ഇവിടെ 2⁵ നിന്ന് നമ്മൾ 2 സ്ക്വയറിനെ നമ്മൾ മാറ്റി, അല്ലെങ്കിൽ 2⁵2 നമ്മൾ മാറ്റി. ബാക്കിയുള്ള 2⁵3 ഇവിടെ എഴുതി, കണ്ട. ഈ 3 സ്ക്വയർ ഇങ്ങനെ തന്നെ എഴുതി, ഇവിടെ -1 എഴുതി. ഇവിടെ നമ്മൾ 2 സ്ക്വയറിനെയും താഴെയുള്ള 2 സ്ക്വയറിനും നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ, അടുത്തൊരു ചോദ്യം പറയാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. 4th ക്വസ്റ്റ്യൻ. 20 0 ഇൻറ്റു 2�3. ഉത്തരം എന്തായിരിക്കും? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. അനിഷ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. 20⁻0 എന്ന് പറഞ്ഞാൽ എന്താ പറയാ 20⁻0 വെച്ചാൽ 1 അല്ലേ. 1 ഇൻറ്റു 2³ എന്ന് വെച്ചാൽ എത്രയാ? 2³ എന്ന് പറഞ്ഞാൽ എത്രയാ? 8 അല്ലേ. 8 അല്ലേ നമുക്ക് ഉത്തരം വരാ. 1 ഇൻറ്റു 8, 8 ഉത്തരം വരും അല്ലേ. നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഞാൻ അടുത്തൊരു ചോദ്യം തരാം. 5th ക്വസ്റ്റ്യൻ തരാം. -15 3 പ്ലസ് 12³ പ്ലസ് 3³ എത്ര വരും നോക്കാം. ഇത് കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വരും അല്ലെ. കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ, നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. 5ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ -1620, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി -360, ഓപ്ഷൻ ഡി 1430. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടാ. ഓക്കെ, അടുത്തൊരു ചോദ്യം തരാം. 6th ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. 5ാമത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. നിങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 10⁸8 ഡിവൈഡഡ് ബൈ 10⁻⁻8ന്റെ വില എത്ര? എത്ര ഉത്തരം വരാം? A⁻m/A⁻n ഫോർമാറ്റ് തന്നെയാണ് പറയണത് അല്ലേ. A⁻m/A⁻n, A⁻m/A⁻n ഈക്വൽ ടു A⁻m-n അല്ലേ. ഓക്കെ, വിസ്വി കറക്റ്റ് ഉത്തരം പറഞ്ഞു, നിഷ കറക്റ്റ് ഉത്തരം പറഞ്ഞു. 10⁻16 വന്നു. ഇവിടെ എങ്ങനെ പറയാ 10⁻⁻
8 മൈനസ് മൈനസ് 8 അല്ലേ, ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പൊ 10⁻8 + 8 എന്ന് പറയുമ്പോൾ 10⁻16 നമുക്ക് ഉത്തരം വരും. നമ്മുടെ ബേസിക് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അല്ലേ. എല്ലാവരും കിട്ടിയോ? അടുത്തൊരു നല്ല ചോദ്യം നിങ്ങൾക്ക് തരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 8⁻⁻1/3 ഇൻറ്റു 16⁻3/4 വില എത്ര? ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. പ്രോബ്ലത്തിൽ സ്റ്റെപ്പായിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞതാണ്. ഒന്ന് നോക്കിക്കേ. ആൻസർ ഇവിടെ വന്നു. അനീഷയുടെ ആൻസർ തെറ്റാണ്, നിഷയുടെ ആൻസർ കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് 8 ഇവിടെ നമുക്ക് നോക്കിയാൽ -1/3 ആണ്. അപ്പൊ 3 നമുക്ക് കട്ടാവുന്ന തരത്തിൽ ഒരു ക്യൂബ് ആണ് 8 വരണ്ടേ. 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് അതിന്റെ ക്യൂബിക് റൂട്ട് വരാ 2 വരും അല്ലെ. അതായത് 2³ -1/3 ഇൻറ്റു ഇവിടെ നമുക്ക് 4 വരണേ അല്ലെ. ഈ 16 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 വരണം എന്നുണ്ടെങ്കിൽ നോക്കിയേ നിങ്ങൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വരണേ? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16 അല്ലേ. അതായത് 2⁻4 = 16 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2⁻4 3/4 എന്ന് എഴുതാം അല്ലേ. ഇവിടെ 2⁻3 ഇൻറ്റു -1/3 ഇൻറ്റു 2⁻4 ഇൻറ്റു 3/4 അല്ലേ. ഇവിടെ 3യും 3യും കട്ടാവും, ഇവിടെ 4ഉം 4ഉം കട്ടാവും. നമുക്ക് എന്ത് വരും? 2⁻1 ഇൻറ്റു 2⁻3 നമുക്ക് ഉത്തരം വരും അല്ലെ. നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇത് എന്തായി? a⁻m ഇൻറ്റു a⁻n ഫോർമാറ്റ് ആയോ? അപ്പൊ നമുക്ക് a⁻m ഇൻറ്റു a⁻n ആണെങ്കിൽ a⁻m + n ആക്കാം. 2⁻1 + 3 എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു വലുതും ഒരു പോസിറ്റീവും നെഗറ്റീവും നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇവിടെ വലുത് 3 ആണ്, 3ന്റെ ചിഹ്നം ഇട്ടു. 2⁻2 = നമ്മുടെ ഉത്തരം 4 ആണ്. ഓക്കെ, കിട്ടിയെന്ന് തോന്നുന്നു കുറച്ച് പേർക്ക് അല്ലേ. ഓക്കെ 4, യെസ്. ഓക്കെ 4 കിട്ടി, ഗുഡ്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലത്തേക്ക് പോവാം. ലഘൂകരിക്കുക. എനിക്ക് ആ പ്രോബ്ലത്തിൽ ഡിഫിക്കൽട്ട് ഇവിടെ തോന്നിയുണ്ട്. ഞാൻ കുറച്ച് പ്രോബ്ലം നിങ്ങൾക്ക് ഫോർമുല ഉറക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയതാണ് കേട്ടാ. ഓക്കെ, ലഘൂകരിക്കുക. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ലഘൂകരിക്കുക. നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മളിപ്പോ ചെയ്തത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. 11² ഇൻറ്റു 11⁻³ ഇൻറ്റു 11⁻0 ഡിവൈഡഡ് ബൈ 11⁻2 ഇൻറ്റു 11⁻2 ഇൻറ്റു 11⁻1. a⁻m ഇൻറ്റു a⁻n ഫോർമാറ്റിൽ പോണതാണ്. ഓക്കെ, അനീഷ ഉത്തരം കറക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ ചെയ്യാം? a⁻m ഇൻറ്റു a⁻n = a⁻m + n എന്നുള്ള ലെവലിൽ നമുക്ക് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒക്കെ നമുക്ക് ചെയ്യാം. നേഹ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ന്യൂമറേറ്റർ നോക്കിയേ. 11⁻2 + -3 + 0 അല്ലേ. അതാണ് നമുക്ക് പറയണത്. ഓക്കെ, അപ്പൊ എന്താ പറയണേ? -2 പ്ലസ് സോറി മൈനസ് അല്ല അല്ലേ, +2 തന്നെയാണ്.
+2 ആണ്. യെസ്, നമുക്ക് എന്താ പറയണേ? 11⁻2 പ്ലസ് -3 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 11⁻2 പ്ലസ് ഓക്കെ -2 പ്ലസ് എത്ര വരാ 2 പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 11⁻1 അല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? ഉത്തരത്തിക്ക് എത്തിയാ? ഉത്തരം വേറെ വന്നിട്ടുണ്ടല്ലോ. 11⁻1 ഡിവൈഡഡ് ബൈ 11⁻1 വരും അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഏത് ഫോർമാറ്റിക്ക് വന്നു? ഓക്കെ, അപ്പൊ നമുക്കിവിടെ -11⁻1 എന്ന് പറയാം. മൈനസ് കളയണേ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ താഴോട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഈ 11⁻1 നമുക്ക് എങ്ങനെ എഴുതാം? 1/11⁻1 എന്ന് എഴുതാം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 ഇവിടെ നേരത്തെ ഉള്ള 11⁻1 ഇവിടെ ഉണ്ട്, അതിന്റെ കൂടെ മറ്റേ 11⁻1 കൂടി താഴോട്ട് കൊണ്ടുവന്നു. അപ്പൊ 1/11 × 11 121 വരും. ഉത്തരം 1/121. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? 1/121 തന്നെ ചെയ്ത് കിട്ടാത്തവർക്ക് മനസ്സിലായ? നമ്മൾ a⁻m−a⁻n ഉപയോഗിച്ചപ്പോ 11⁻−1 ഡിവൈഡഡ് ബൈ 11⁻1 നമുക്ക് വന്നു അല്ലേ? അപ്പൊ 11⁻−1 മൈനസ് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിന് നമ്മൾ താഴോട്ട് കൊണ്ടുവന്നു. കണ്ടില്ലേ? 1/11⁻1 ആക്കി എഴുതി, അത്രേ ഉള്ളൂ. 11 × 11 121 വന്നു. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. 900 അല്ലേ? ഒരു ചോദ്യചിഹ്നമാണ് അവിടെ. നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഈക്വൽ ടു x/49 എങ്കിൽ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്തെ സംഖ്യ ഏത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? 900 × 49 ഈക്വൽ ടു x × x. x × x എന്ന് വെച്ചാൽ x² ആണ്. x² ഈക്വൽ ടു 900 × 49. ഓക്കെ, x ഈസ് ഈക്വൽ ടു നമ്മൾ റൂട്ട് അപ്പുറത്തേക്ക് കൊടുക്കാം. എന്ത് വരും? 900 × 49. ഓക്കെ, എന്ത് ഉത്തരം വരും? 900 × 49. ഉത്തരം സിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 900ന്റെ സ്ക്വയർ റൂട്ട് എന്താ? 30 അല്ലേ വരണേ? പുറത്തേക്ക് എടുത്ത് 30. 49ന്റെ സ്ക്വയർ റൂട്ട് 7 അല്ലേ? 7 × 3 21 അല്ലെ? 0.8 കൊടുത്ത് 30 × 7 210 ഉത്തരം വന്നു. ഓക്കെ, കിട്ടിയാ? ചെയ്തു വായോ? കിട്ടാത്തവര് ചെയ്തു വായോ? അത് 900ന്റെ സ്ക്വയർ റൂട്ട് അറിയാത്തവര് 30 × 30 ആണ് 900. 49. ഈ ഞാൻ പറയുന്നത് നമുക്ക് പുതിയതായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചോദിച്ച ആൾക്കാരോട് പറയാണ്, ഗുണനം, ഹരണം, കൂട്ടലും കുറയ്ക്കലും നിങ്ങൾ പ്രോബ്ലംസ് ഈ ക്ലാസ്സിന്റെ പ്രോബ്ലംസ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം. പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടണം. അപ്പോഴാണ് നമുക്ക് വേഗം വേഗം പ്രോബ്ലംസിലേക്ക് എത്താൻ പറ്റുക കേട്ടാ. അതുപോലെ സ്ക്വയറുകൾ പഠിക്കുക. ആദ്യത്തെ ഒരു 10 ക്യൂബും 30 വരെ സ്ക്വയറും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടാ. ഓക്കെ, അതായത് 1 തൊട്ട് 30 വരെയുള്ള സ്ക്വയർ. ഇതിപ്പോ 30 സ്ക്വയർ ആണ് 900 വന്നത് അല്ലേ? അടുത്ത പ്രോബ്ലത്തേക്ക് പോട്ടെ. അടുത്തത് ചെയ്യാൻ തോന്നുന്നു. ഇതൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. 4/25/36 റൂട്ട് 4/25/36 റൂട്ടിന്റെ ഉള്ളിൽ മിക്സഡ് ഫ്രാക്ഷൻ ആണ് കിടക്കണേ. നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് നോർമൽ ഫ്രാക്ഷൻ ആക്കാം. എങ്ങനെയാക്കാം കുട്ടികളെ? ഫ്രാക്ഷന്റെ ക്ലാസ്, ഫ്രാക്ഷൻ ഇല്ലാത്തവര് എന്ത് ചെയ്യാം? 4×36 + 25 അല്ലെ? 4×36 + 25 ഡിവൈഡഡ് ബൈ 36 ആണ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ഉത്തരം വരും? ഉത്തരം തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ഉത്തരം തന്നെ വന്നു കഴിഞ്ഞു. വെരി ഗുഡ്.
ഉത്തരം തെറ്റിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ തെറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ എ അല്ല ഉത്തരം വരണത് കേട്ടാ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് വരും? 4 × 36 എത്ര വരണേ? 4 4 വായിക്കുന്നുണ്ട്, 3 4 12 2 14. 144 പ്ലസ് 25 ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യും? 169 അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 169/36 എന്ത്? റൂട്ട് കേട്ടാ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. റൂട്ട് 169/36 നമുക്ക് എഴുതാൻ പറ്റും. 169ന്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ വരാ? 13. 13ന്റെ സ്ക്വയർ ആണ് 169. ഞാനിപ്പോ വേഗം വേഗം പറയുന്നത് എന്താ? അതറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ അറിയാത്തവർ പഠിച്ചിടുക, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തോന്നി. ഇത് എങ്ങനെയാണ് കാണുമ്പോൾ മനസ്സിലാക്കണേ, ഞങ്ങൾ പഠിക്കണല്ലോ. എഴുതി വെക്കുക. 30 വരെയുള്ള എല്ലാത്തിനും സ്ക്വയർ എഴുതി വെക്കുക. 10 വരെയുള്ള ക്യൂബ് എഴുതി വെക്കുക കേട്ടാ. 13/6. ഓപ്ഷനിലേക്ക് നോക്കുമ്പോ എന്താണ്? 13/6 എന്നൊരു ഉത്തരമില്ല. അപ്പൊ നമ്മൾ ഫർദർ ഡിവിഷനിലേക്ക് പോകണം. 13/6 അല്ലെ? 12. ഓക്കെ, 1 നമുക്ക് എന്ത് ഉത്തരം വരും? 2 2 1/6 അല്ലെ? 2 1/6 എന്നുള്ള ഉത്തരത്തേക്ക് പോകണം. ഓപ്ഷൻ സി നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, യെസ്, കിട്ടിയില്ലേ? ഇതൊന്ന് ചെയ്താലോ? ഇതും അടുത്തൊരെണ്ണം കൂടി ചെയ്യാം. അടുത്തൊരെണ്ണം ഇതിലും ഈസിയാണ് കേട്ടാ. അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ചെയ്യും. കുറച്ചു പേരൊക്കെ എക്സിറ്റ് ആയി തുടങ്ങി. നിങ്ങൾ സമയമായി തോന്നുന്നു അല്ലെ? യെസ്, ഇതൊന്ന് ചെയ്ത് നോക്കി. നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കാണുമ്പോൾ ഇതിന് നീളം ഉണ്ടെന്നുള്ളൂ. റൂട്ട് 10 പ്ലസ് അല്ലെ, റൂട്ട് 29 പ്ലസ് റൂട്ട് 40 പ്ലസ് റൂട്ട് 80. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 81 തൊട്ട് ചെയ്യണം. ഉള്ളി ഇത് എടുക്കുക. റൂട്ട് 81ന്റെ സ്ക്വയർ റൂട്ട് എത്ര വരാ? 9 × 9 ആണ് 181. അറിയാമോ? നമ്മൾ വലിയ റൂട്ടിന്റെ ഉള്ളിൽ നമുക്ക് 10 പ്ലസ് നമുക്ക് 29 പ്ലസ് റൂട്ട് 40 പ്ലസ് നമുക്ക് 81 ആണ്. 81 എന്ന് പറഞ്ഞാൽ എത്രയാ വരണേ? 9 × 9 89 അല്ലെ? 9. ഇവിടെ നമുക്ക് നമ്മൾ 81ന് എന്ത് ചെയ്തു? അതിന്റെ സ്ക്വയർ റൂട്ട് എഴുതി. ഇവിടെ ടോട്ടൽ 49 ആയി. 49 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ റൂട്ടാ? നമുക്ക് 10 പ്ലസ് നമുക്ക് 29 പ്ലസ് അല്ലെ, സോറി, റൂട്ട് 29 പ്ലസ് എന്തായി? റൂട്ട് 49. 49 എന്ന് വെച്ചാൽ എത്രയാ? 7 × 7 49 അല്ലെ? ഇപ്പൊ റൂട്ട് 10 പ്ലസ് റൂട്ട് 29 പ്ലസ് 7. 29 7 എത്ര വരണേ? 36 അല്ലേ? 10 പ്ലസ് റൂട്ട് 36. റൂട്ട് 36 ചെയ്യുമ്പോൾ 36ന്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 6 ആണ് വരാ. അപ്പൊ റൂട്ട് 10 പ്ലസ് 6 എന്ന് പറഞ്ഞ എത്രയാ? റൂട്ട് 16. റൂട്ട് 16 ഈക്വൽ ടു നമുക്ക് 4 ഉത്തരം വരും അല്ലെ? എളുപ്പമുള്ള ഒരു പരിപാടിയല്ലേ ഇത്? ഓപ്ഷൻ ബി 4 നമുക്ക് ഉത്തരം വരും. എളുപ്പമുള്ള ഒരു പരിപാടിയല്ലേ? പരിപാടിയാണ്, എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.